ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോമിലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം 2022 മാർച്ച് 22 ചോദിച്ചിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, വാട്ട് ഈസ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്? എന്താണ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്? ദെൻ വാട്ട് ഈസ് പോർട്ട്ഫോളിയോ അനാലിസിസ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് അനാലിസിസ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് അനാലിസിസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് പഠിക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ കാൻഡിൽ സ്റ്റിക്ക്? അപ്പോൾ ഫണ്ടമെൻറ്റൽസ് അനാലിസിസിൽ, ടെക്നിക്കൽ അനാലിസിസിലൊക്കെ നമ്മൾ ഒരുപാട് ടേംസ് ഉണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടേംസ്, ഈ ഷെയറും സെക്യൂരിറ്റിയും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കാം. ദെൻ വാട്ട് ഈസ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്? വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം? ഓക്കെ. ദെൻ വാട്ട് ഈസ് ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റർ? ഇതുമായി ഒരു പുതിയൊരു ടേമാണ്. ദെൻ വാട്ട് ഈസ് നിഫ്റ്റി ഇൻഡെക്സ്? NSEയുടെ നിഫ്റ്റി ഇൻഡെക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിങ്? ഡിസ്റ്റിങ്ക്വിഷ് ബോണ്ട് ആൻഡ് ഷെയർ, ബോണ്ടും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്? പിന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും സിസ്റ്റമാറ്റിക് റിസ്ക്കും ഒക്കെ പഠിച്ചിട്ടുള്ളതിനാണ്. ദെൻ വാട്ട് ഈസ് ഈൽഡ് ടു മെച്യൂരിറ്റി? വാട്ട് ഈസ് YTM? നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് YTM. ദെൻ വാട്ട് ഈസ് റിസ്ക് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്? വാട്ട് ഈസ് PE റേഷ്യോ? വാട്ട് ഈസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ? അപ്പോൾ ഇത്രയും 15 ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിൻ്റെതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ B 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ദെൻ വാട്ട് ആർ ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്? എന്തൊക്കെയാണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസ്ക്? ദെൻ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ്. ദെൻ എക്സ്പ്ലെയിൻ EIC അനാലിസിസ്. ദെൻ വാട്ട് ഈസ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ്? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് A ആൻഡ് B ജനറേറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് റിട്ടേൺ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ കോഫിഷ്യൻറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ വിത്ത് 40% ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ A ആൻഡ് റിമൈനിങ് 60% ഇൻ B. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഈ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ഷെയർസ്? എക്സ്പ്ലെയിൻ ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, given the following examples find out the expected risk of the portfolio. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്പെക്റ്റഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്യൂരിറ്റി ACC DCM, എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോർമുല വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് കിട്ടും. Then next, an investor on the share of a company whose current cash dividend is ₹3. The constant growth rate of dividend is 16% per year and the required rate of return is 20%. What is the value of shares of the firm? Share of value, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രോബ്ലം 2-3 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഈ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും തിയറിയാണ് കൂടുതൽ ചോദിക്കുക. പ്രോബ്ലം ചോദിക്കും, പക്ഷേ കൂടുതലും തിയറി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിൻ്റെ പ്രിൻസിപ്പിൾസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെബി ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ടർ? സെബിയുടെ ഫങ്ഷൻസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ? എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഈ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് നീഡ് എന്താണ് എഴുതുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, റോഹൻ ലിമിറ്റഡ് ഹാസ് ഡിക്ലെയർഡ് ഡിവിഡൻഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 ഇയർ. അപ്പോൾ ഡിവിഡൻഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ട്, 5 വർഷം തന്നിട്ടുണ്ട്. ഇത് ARR ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രിവൈലിംഗ് ദ സെയിം ഇൻഡസ്ട്രീസ് 13%. കാൽക്കുലേറ്റ് വാല്യൂ പെർ ഷെയർ ഓഫ് ₹10 ഓഫ് റോഹൻ ലിമിറ്റഡ് ബേസ്ഡ് ഓൺ ദി ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. അപ്പോൾ
പ്രോബ്ലമാണ് മെയിനായിട്ടൊരു 4 പ്രോബ്ലമാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 3 തിയറിയും ഒരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.